ഇടയെ ലണ്ടനും ന്യൂയോർക്കും പാരീസൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഇന്നിരിക്കുന്ന ദുബായ് ഉണ്ടല്ലോ വെറും 25 അല്ലെങ്കിൽ 30 വർഷം പഴക്കമുള്ള ഒരു സിറ്റിയാണ്. ഇവിടെ ഹിസ്റ്റോറിക്കലി നോക്കുവാണെങ്കിൽ ഒരു സാധനവും ഇല്ല. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഹിസ്റ്ററി കാണാൻ വേണ്ടിയല്ല വരുന്നത് ദുബായിൽ, എല്ലാവരും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റി കാണാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ലണ്ടൻ അല്ലെങ്കിൽ ന്യൂയോർക്ക് പാരീസ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ അവിടുത്തെ കാട്ടി ബെസ്റ്റ് ആണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ദുബായ് സിറ്റിയുടെ വളർച്ച മനസ്സിലാക്കണമെങ്കിൽ ഇവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 വർഷത്തിൽ ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 800,000 ആയിരുന്നു. പക്ഷേ 2025 എന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് 24 വർഷം കഴിഞ്ഞ് താണ്ട് ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.9 മില്യൺ ആണ്. അത് മാത്രമല്ല 2024 നമ്മൾ നോക്കുവാണെങ്കിൽ അറൗണ്ട് 18 മില്യൺ ആൾക്കാരാണ് ദുബായ് ഇവിടുത്തെ ടൂറിസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ കാണാം താണ്ട് ഈ റോഡ്സ് ഒക്കെ കണ്ടോ, ഇവിടുത്തെ എപ്പോഴും പാക്ഡ് ആയിരിക്കും. കാരണം ഇവിടുത്തെ ഫോറിനേഴ്സും അത് മാത്രമല്ല ഇവിടുത്തെ റെസിഡൻസ് ആവാൻ വരുന്നവരും വളരെയധികം കൂടുതലാണ്. അത് മാത്രമല്ല ജസ്റ്റ് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻഫീൽഡ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് നോക്കുവാണെങ്കിൽ അറൗണ്ട് 1117 കമ്പനീസ് ആണ് ദുബായ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇപ്പം അത് കമ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിലെ ടോപ്പ് സിറ്റീസ് ആയ ലണ്ടൻ, ന്യൂയോർക്ക്, പാരീസ്, സിംഗപ്പൂർ ഈ ഒരു സിറ്റീസ് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ടോപ്പ് 1 വന്നേക്കുന്നത് ദുബായ് ആണ്. സോ എന്തുകൊണ്ടും ഇൻവെസ്റ്റ്മെന്റിനായിക്കോട്ടെ നിങ്ങൾക്ക് താമസിക്കാനായിക്കോട്ടെ ബെസ്റ്റ് സിറ്റി ദുബായ് തന്നെയാണ്. ഹിസ്റ്ററി ഇല്ലെങ്കിലും താണ്ടെ ഫ്യൂച്ചറാണ് ദുബായിയുടേത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ വളർത്തണമെങ്കിൽ അതുമല്ല നിങ്ങൾക്ക് ദുബായിയുടെ ഫ്യൂച്ചറിനും കൂടെ വളരണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തരാം. എല്ലാ അറേഞ്ച്മെന്റും ഞാൻ ചെയ്തു തരും.